എന്തുകൊണ്ടാണ് അന്നൊന്നും ഈ പറയുന്ന നൂർബിന റഷീദ് ഇത് ശരിയായ പ്രവണതയല്ലെന്നും ഞങ്ങളുടെ കൂടെ പടം ഇതിൽ വെക്കണമെന്നും ആവശ്യപ്പെട്ടില്ല എന്നുള്ള ഒരു ചോദ്യം നമ്മൾ കേരള സമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ്. ഒരു ഭർത്താവല്ലാത്ത അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഇരുന്ന് യാത്ര പോലും ചെയ്യാൻ പാടില്ല എന്ന് നിയമമുള്ളൊരു സമുദായമാണ് മുസ്ലിം സമുദായം. നമ്മൾ കാണുന്നത് യാതൊരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കാത്ത ഒരു വിഭാഗത്തു നിന്നും, മുസ്ലിം വിഭാഗത്തിൽ നിന്നും വന്ന ഈ നൂർബിന റഷീദിനെ പോലെയുള്ള വനിതാ നേതാക്കന്മാർ ഇത്ര കാലം ഈ പാർട്ടിയിൽ പിടിച്ചു നിന്നത് തന്നെ അത്ഭുതകരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ തുടരെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വരുന്നതൊക്കെ പറയുമ്പോൾ അത് ഗൗരവതരമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരിപ്പോൾ പ്രതിഷേധവുമായി വന്നത് ഇത് വലിയ ഒരു പൊട്ടിത്തെറിയുടെ ആദ്യ ലക്ഷണമാണ് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. രാജേഷ് നമസ്കാരം. രാജേഷ്, ഇത് വനിതാ ലീഗിന്റെ പ്രമുഖ നേതാവ് ഇന്ന് രാജിവെച്ച് പാർട്ടിയിൽ നിന്നും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തനത്തിൽ നിന്നും മാറി നിൽക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരുപാട് വളരെ വലിയ ഗുരുതരമായ ആരോപണങ്ങൾ അവർ ഉന്നയിച്ചുകൊണ്ടാണ് പാർട്ടി വിടുന്നതും അതോടൊപ്പം തന്നെ പൊതുപ്രവർത്തന ജീവിതം അവസാനിപ്പിക്കുന്നതും. ഇതിനു മുമ്പ് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ് UDFന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ബന്ധം. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ട മുജാഹിദ് വൽക്കരണം തന്നെ മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നുണ്ട് എന്ന വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. കാരണം മുസ്ലിം ലീഗിൽ കൂടുതൽ സീറ്റുകൾ നൽകുന്നത് മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന രീതിയിലൊക്കെ ഉള്ള ചർച്ചകൾ ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് നടക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ മുസ്ലിം ലീഗിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നീറിപ്പോയുന്നുണ്ടോ? മുസ്ലിം ലീഗിൻ്റെ അകത്ത് നീറിപ്പോകുന്നുണ്ട് എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. പക്ഷേ നൂർബിന റഷീദ് എന്ന നേതാവ് അവർ അഖിലേന്ത്യ ഈ വനിതാ ലീഗിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അപ്പം അങ്ങനെയുള്ളൊരു നേതാവ് ഇലക്ഷന് ആകെ ഇനി 7 ദിവസം മാത്രം ബാക്കി നിൽക്കെ നിർണായകമായ ഒരു ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അവരുടെ സ്ഥാനങ്ങളൊക്കെ രാജിവെക്കുകയും നേതൃത്വത്തിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ രംഗത്ത് വരുന്നത് അത് ലീഗിന് വലിയ തരത്തിൽ ദോഷം ചെയ്യും, അല്ലെങ്കിൽ UDFന് മൊത്തത്തിൽ ദോഷം ചെയ്യും. കാരണം അവർ കഴിഞ്ഞ തവണ 5 വർഷം മുന്നേ അവർ കോഴിക്കോട് 2യിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ചാണ് അഹമ്മദ് ദേവർഗോവിലിനെതിരെ മത്സരിച്ച് തോറ്റ സ്ഥാനാർത്ഥിയാണ് അവർ ലീഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകയാണ്. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് മുസ്ലിം ലീഗ് കൂടുതൽ വനിതകൾക്ക് സീറ്റ് നൽകിയില്ല എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിൽ ഫാത്തിമ തെഹ്ലിയ എന്ന് പറഞ്ഞ ഈ ഹരിത നേതാക്കന്മാർ നേരത്തെ തന്നെ വലിയ വിവാദമായവരാണ്. MSF നേതാക്കന്മാർക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും പാണക്കാട് തങ്ങൾക്കെതിരെ വരെ ആരോപണം ഉന്നയിക്കുകയൊക്കെ ചെയ്തൊരു സാഹചര്യമൊക്കെ നമുക്കിൽ കാണാം. ഇവർ ഇന്നിപ്പോൾ ഉയർത്തി കാണിക്കുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ അവതരിപ്പിച്ച ഒരു ഒറ്റ കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഹരിതസേനയൊക്കെ അങ്ങ് ക്യാമ്പസിൽ മതി, ഇവിടെ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനും ഇലക്ഷനിൽ മത്സരിക്കാനും രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ നടത്താൻ വേണ്ടിയിട്ട് വനിതാ ലീഗുണ്ട്. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ നേരത്തെ തന്നെ ഒതുക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം ഈ നൂർബിന റഷീദ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും വലിയ താല്പര്യം ആരും കൊടുത്തിരുന്നില്ല. അപ്പം യുവ നേതാക്കന്മാരെ ഈ സംഘടനാ പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് ലീഗിൽ നടക്കുന്ന ചില മാറ്റങ്ങളുടെ ലക്ഷണമായിട്ട് നമ്മൾ കാണണം. അപ്പോൾ ഫാത്തിമ തെഹ്ലിയ എന്ന് പറഞ്ഞ ഈ യുവ വനിതാ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതാണ് അവർക്ക് ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. അതേസമയം ഇവർ കഴിഞ്ഞ തവണ പരിഗണിക്കപ്പെട്ട ഈ നൂർബിന റഷീദിനെ ഇത്തവണ പരിഗണിച്ചില്ല എന്നുള്ള ആരോപണം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അവർ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനമൊക്കെ നേരത്തെ നടത്തിയിരുന്നെങ്കിൽ പോലും പരസ്യമായ നേതൃത്വത്തിനെതിരെ അവർ ഇതുവരെ രംഗത്ത് വന്നിരുന്നത് ഇതാദ്യമായാണ് പരസ്യമായി രംഗത്ത് വരികയും അവരുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങൾ രാജിവെക്കുകയും ചെയ്തു. പക്ഷെ അവർ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്, ലീഗിൽ തുടരും എന്നുള്ളത്. പക്ഷെ ഇത്രയൊക്കെ ഡാമേജ് ഉണ്ടാക്കിയതിന് ശേഷം അവർ ലീഗിൽ തുടരുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യം അവിടെ നിൽക്കട്ടെ. അവരെ ലീഗിൽ നിന്ന് പുറത്താക്കൂലേ? അവർ തീർച്ചയായും ലീഗിൽ നിന്ന് പുറത്താക്കപ്പെടും. അവർ ആഗ്രഹിക്കുന്ന അതാണ്. അവർ സ്ഥാനമാനങ്ങളെല്ലാം രാജിവെക്കുകയും ലീഗിൽ തുടരുമെന്ന് പ്രഖ്യാപിക്കുകയും നേതാക്കന്മാർക്കെതിരെയല്ല വലിയ രീതിയിലുള്ള അധിക്ഷേപങ്ങൾ ഉയർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ആരോപണങ്ങൾ ഉയർത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവരെ പുറത്താക്കും. അങ്ങനെ പുറത്താക്കിയാൽ മാത്രമേ അവർക്ക് പുറത്തു പോകാനും മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ രക്തസാക്ഷി പരിവേഷം ഉണ്ടാവുക. ഇത് 5 വർഷം മുന്നേ ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. അതായത് ലതിക സുഭാഷിന് സീറ്റ് ലഭിക്കാതെ വരികയും അവർ തലമുടനം ചെയ്യുകയൊക്കെ ചെയ്ത സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ അതിൽ പ്രതികരണവുമായി വന്ന ഒരു UDFന്റെ നേതാവ് ഇവരായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി ഈ നൂർബിന റഷീദായിരുന്നു. അവരന്ന് പറഞ്ഞത് സ്ത്രീകൾക്ക് കൂടുതൽ പരിഗണന ലഭിക്കേണ്ടതുണ്ട്, സ്ഥാനാർത്ഥികളായി കൂടുതൽ സ്ത്രീകൾ വരേണ്ടതുണ്ട്, അതുകൊണ്ട് ലതിക സുഭാഷിന് സീറ്റ് കിട്ടാത്തത് ശരിക്കും പ്രതിഷേധാർഹമാണ് എന്നൊരു പരസ്യ പ്രസ്താവന നടത്തിയ ഒരു സ്ഥാനാർത്ഥി കൂടിയായിരുന്നു, ലീഗ് നേതാവ് കൂടിയായിരുന്നു ഈ വനിതാ ലീഗിന്റെ ദേശീയ നേതാവായ നൂർബിന റഷീദ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പൊ ഇതില് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം സ്ത്രീകളെ ഈ ഇത്തരത്തിൽ
സ്ഥാനാർത്ഥിയൊക്കെ ആയി കൊണ്ടുവരുന്നതിനെ ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വലിയ ഒരു വിഭാഗം ലീഗിലുണ്ട്, മുസ്ലിങ്ങളിൽ ഉണ്ട് എന്ന് നമ്മളിൽ കാണണം. ചില സമുദായ നേതാക്കന്മാർ ഈ ഫാത്തിമ തെഹ്ലിയൊക്കെ സ്ഥാനാർത്ഥിയാക്കിയതിനെതിരെ അതിശക്തമായി പരസ്യ വിമർശനവുമായി രംഗത്ത് വന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടാണ്. അനുകൂലിച്ചും പ്രതികൂലിച്ചൊക്കെ ചില നേതാക്കന്മാരൊക്കെ ഇതിൽ പ്രതിഷേധമൊക്കെ ആയിട്ട് വരുന്നതാണ്. എന്തുകൊണ്ടാണ് നൂർബിന കഴിഞ്ഞ തവണ തോറ്റുപോയത് എന്ന് പരിശോധിക്കുമ്പോൾ അവർ മുസ്ലിം സ്ഥാനാർത്ഥി ആയതുകൊണ്ട് മാത്രമാണ്, ഒരു സ്ത്രീ മുസ്ലിം സ്ഥാനാർത്ഥിയായ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ അങ്ങനെ സ്ത്രീകൾ ഒന്നും സ്ഥാനാർത്ഥിയായി അധികാരത്തിലേക്ക് വരുന്നതിനെ മുസ്ലിം സമുദായം അത്ര അങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും ലക്ഷണമാണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ഷുവറായിരുന്ന സീറ്റ് അവർക്ക് നഷ്ടപ്പെട്ടത്. MK മുനീർ മത്സരിച്ചുകൊണ്ടിരുന്ന സീറ്റാണ് ഇവർക്ക് കൊടുത്തിട്ട് മുനീർ മാറിയത് കഴിഞ്ഞ തവണ. അപ്പോൾ അഹമ്മദ് ദേവർകോവിലിന് ഒരു സാധ്യതയും ഇല്ലാതിരുന്ന ഒരു സീറ്റിൽ അഹമ്മദ് ദേവർകോവിൽ ജയിക്കുകയോ അദ്ദേഹം മന്ത്രിയാവുകയും നമ്മൾ കണ്ടു. അതിന് വഴിയൊരുക്കിയത് ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അഹമ്മദ് ദേവർകോവിൽ മറ്റു പാർട്ടിക്കാരനായിട്ട് പോലും അദ്ദേഹം ഒരു മുസ്ലിം പിന്നെ ജന്നാണ് എന്നുള്ള ഒറ്റ ഇതിൽ, അതായത് ആണിന് മാത്രമേ അത്തരത്തിലെ പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഇടപെടാൻ പാടുള്ളൂ എന്നുള്ളതിന് കൃത്യമായ സന്ദേശം കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്ദേശം ഉണ്ടായ ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് അവരന്ന് പ്രതികരിച്ചില്ല? നമുക്കറിയാം, ഈ വനിതാ ലീഗ് എന്ന സംഘടന കുറെ കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരുടെ ഒരു സമ്മേളനമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വനിതാ നേതാവിൻ്റെയും ഫോട്ടോ അവർ ഒരു ഫ്ലക്സുകളിലും കാണാറില്ല. സമ്മേളന സ്ഥലത്ത് പോലും അവരുടെ ഒരു ഭാരവാഹിയുടെയും പടം കാണാറില്ല. പകരം വനിതാ ലീഗിന്റെ സംസ്ഥാന സമ്മേളനം എന്ന് എഴുതി വെച്ച അതിൽ ഈ ലീഗിന്റെ ഈ കുട്ടി നേതാക്കന്മാർ തൊട്ടിട്ട് സ്റ്റേറ്റ് ലീഡർമാരുടെ എല്ലാവരുടെയും ഫോട്ടോയിൽ കാണും. ഒരു പടം പോലും വെക്കാറില്ല. എന്തുകൊണ്ടാണ്? അന്നൊന്നും ഈ പറയുന്ന നൂർബിന റഷീദ് ഇത് ശരിയായ പ്രവണതയല്ലെന്നും ഞങ്ങളുടെ കൂടെ പടം ഇതിൽ വെക്കണമെന്നും ആവശ്യപ്പെട്ടില്ല എന്നുള്ളൊരു ചോദ്യം നമ്മൾ കേരള സമൂഹത്തിൽ മുന്നിൽ വെക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ ആണല്ലോ ഇവർ വലിയ പുരോഗമനപരമായ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും വിദ്യാഭ്യാസപരമായ ഏറെ പുരോഗതിയൊക്കെയുള്ള സ്ഥലമാണല്ലോ കേരളം. പക്ഷേ 50 വർഷം പുറകിലാണ് ഇവരിപ്പോഴും. മുസ്ലിങ്ങളായ സ്ത്രീകളുടെ ഫോട്ടോ എന്നോ അങ്ങനെ പ്രദർശിപ്പിക്കാനുള്ളതല്ല എന്നുള്ള കൃത്യമായ സന്ദേശം ഇപ്പോഴും നൽകുന്ന ആളുകളായില്ല. അല്ല, പലപ്പോഴും ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും ഭർത്താവിന്റെ ഫോട്ടോ വെച്ചിട്ട് ഇന്നയാളുടെ ഭാര്യയ്ക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള കാസർഗോഡ് ഭാഗത്തൊക്കെ പത്രത്തിൽ വിവാഹ പരസ്യം കൊടുക്കുന്ന സമയത്ത് ചെറുക്കന്റെ ഫോട്ടോ ഉണ്ടാവും, സ്ത്രീയുടെ ഫോട്ടോ ഒരു ബോക്സ് വരച്ചിട്ട് അതിൽ പേരെഴുതി വെക്കും. അപ്പൊ നമ്മൾ കണ്ണിറുക്കി നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കാണാമെന്നുള്ള രീതിയിലാണ് ഇവർ വെക്കുന്നത്. അത്ര പോലും സ്ത്രീകളുടെ പടം പോലും ആരും കാണരുത് എന്നുള്ളതാണ്. ഇപ്പൊ മുസ്ലിം നിയമപ്രകാരം ഒരു സ്ത്രീ യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് ബൈസ്റ്റാൻഡർ ഉണ്ടാവണം, ഭർത്താവോ അല്ല അടുത്ത ബന്ധുവോ കൂടെ ഉണ്ടാവണം എന്നാണ്. ഒരു ഭർത്താവല്ലാത്ത അല്ലെങ്കിൽ ഒരു ബന്ധമില്ലാത്ത ഒരു പുരുഷന്റെ കൂടെ ഇരുന്ന് യാത്ര പോലും ചെയ്യാൻ പാടില്ല എന്ന് നിയമമുള്ളൊരു സമുദായമാണ് മുസ്ലിം സമുദായം നമ്മൾ കാണുന്നത്. ഒരു സ്ത്രീക്ക് യഥാർത്ഥത്തിൽ യാതൊരു തരത്തിലുള്ള പരിഗണനയും ലഭിക്കാത്ത ഒരു വിഭാഗത്തു നിന്നും, മുസ്ലിം വിഭാഗത്തു നിന്നും വന്ന ഈ നൂർബിന റഷീദിനെ പോലുള്ള വനിതാ നേതാക്കന്മാർ ഇത്ര കാലം ഈ പാർട്ടിയിൽ പിടിച്ചു നിന്നത് തന്നെ അത്ഭുതകരമാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് നൂർബിന ഇപ്പോൾ ഉയർത്തിയിരുന്ന പ്രതിഷേധമൊക്കെ യഥാർത്ഥത്തിൽ അവർ മറ്റെന്തോ ലക്ഷ്യം കണ്ടിട്ടാണ് തന്നെയാണ് നമ്മൾ ഇതിൽ പരിഗണിക്കേണ്ടത്. അല്ലെങ്കിൽ ഈ ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച പോലും ബാക്കിയില്ലാത്ത ദിവസം അവർ ഇങ്ങനെ ഒരു പ്രതിഷേധമായിട്ട് എന്തിന് രംഗത്ത് വന്നു? മുസ്ലിം ലീഗിൽ ആദ്യം സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ട് കുറേ ദിവസങ്ങളായല്ലോ. ഇപ്പോൾ UDF സ്ഥാനാർത്ഥി ലിസ്റ്റ് ഇന്ന് കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ന് പ്രതിഷേധമായി വന്നത് എന്നുള്ളത് ശരിക്കും സംശയാസ്പദമാണ്. അതുകൊണ്ട് ഇത് ലീഗിന് വലിയ തരത്തിൽ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട പ്രധാനപ്പെട്ട ചില ആരോപണങ്ങൾ കൂടി ഉണ്ട്. വനിതാ ലീഗിന്റെ പ്രവർത്തകർ വിദേശയാത്ര നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളത് വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണമാണ്. തീർച്ചയായും അത് പ്രത്യേകിച്ചും കോഴിക്കോട്ടും മലപ്പുറത്തൊക്കെയുള്ള വനിതാ നേതാക്കന്മാർ ഈ തുടരെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ യാത്ര ചെയ്ത് തിരിച്ചു വരുന്നതൊക്കെ പറയുമ്പോൾ അത് ഗൗരവതരമായി തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അവരിപ്പോൾ പ്രതിഷേധവുമായി വന്നത് ഇത് വലിയൊരു പൊട്ടിത്തെറിയുടെ ആദ്യ ലക്ഷണമാണ് എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ മുസ്ലിം ലീഗിലും അതുപോലെ തന്നെ വനിതാ ലീഗിലൊക്കെയുള്ള പ്രവർത്തിക്കുന്ന പലർക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇനി തുടർ ദിവസങ്ങളിലേക്ക് പറയേണ്ടി വരും, അല്ലെങ്കിൽ പറയുന്ന കാഴ്ച നമ്മൾ കാണേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ നൂർബിന റഷീദിന്റെ ഇന്നത്തെ ഈ പ്രതിഷേധം നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ലീഗിലും അതുപോലെ തന്നെ UDFലും വലിയ തരത്തിൽ ഇത് ഒരു വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് തന്നെ കാണുന്നത്. അല്ല, ഈ വനിതാ ലീഗിന്റെ പ്രവർത്തകർ വിദേശ രാജ്യത്തേക്ക് പോയി എന്ന് പറയുമ്പോഴത്തേക്ക് ചില മാഫിയ ബന്ധങ്ങൾ കൂടി ഉണ്ട് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതെ, ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. ഈ വരും ദിവസങ്ങളിൽ വീണ്ടും ഇത് വലിയൊരു പൊട്ടിത്തെറിയിലേക്കൊക്കെ വഴി വരുന്നിടും എന്നുള്ള കാര്യം സംശയമില്ല. ഇത് വീണ്ടും പലതരത്തിലുള്ള സംശയങ്ങളിലേക്ക് പോകുന്നു എന്ന് നമ്മളിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമായിട്ട് വേണം കാണാൻ എന്നുള്ളത്. പക്ഷേ പേരാമ്പ്രയിലെ സീറ്റ് പേയ്മെന്റ് സീറ്റ് എന്ന രീതിയിലേക്ക് കൂടി ചിത്രീകരിക്കാനുള്ള ഒരു ശ്രമം
നടക്കുന്നില്ല. പേരാമ്പ്ര സീറ്റില് ഈ കാരണം തങ്ങൾക്കെതിരെ വരെ സംസാരിച്ചിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ഈ ഫാത്തിമ തൈരിയ എന്ന് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ ഏതോ ഒരു വലിയ മാഫിയ ശക്തിയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അവരോട് മത്സരിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് ഈ റുബീന റഷീദിന്റെ പ്രസ്താവന പോകുന്നത്. അതെ, അത് വലിയ രീതിയിൽ ലീഗിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ ഇനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ലീഗിന് ഈസി വാക്ക് ഓവറൊക്കെ പല സ്ഥലങ്ങളിലും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ ഉണ്ടാക്കാനിടയുള്ള അല്ലെങ്കിൽ അവർ വരും ദിവസങ്ങളിൽ പുറത്തു വിടാൻ സാധ്യതയുള്ള ചില വിവരങ്ങൾ കൂടി ലീഗിനെ കടുത്ത പ്രതിരോധത്തിലാക്കുമെന്ന് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്.